ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു തരംഗമായിട്ടുള്ള നാച്ചുറൽ സ്കിൻ കെയറിന് യൂസ് ചെയ്യണ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. റൈസ് വാട്ടർ അഥവാ അരി കുതിർന്ന വെള്ളം. ഇവനാണ് ഇന്നത്തെ നമ്മുടെ താരം. റൈസ് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം ഭയങ്കരമായിട്ട് ബ്രൈറ്റനിങ് ആവും. അതുമാത്രമല്ല നമ്മുടെ ഫേസ് അല്ലെങ്കിൽ മുഖം ഗ്ലാസ് സ്കിൻ ആവും, പാടുകളൊക്കെ മാറും, അങ്ങനെയൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സത്യമാണോ? ഇതിൻ്റെയൊക്കെ ശരിയായ ഉപയോഗ രീതിയും അല്ലെങ്കിൽ യഥാർത്ഥ ഗുണങ്ങളും പിന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കേട്ടോ. നമുക്ക് വീഡിയോയ്ക്ക് പോയല്ലോ. ആദ്യം തന്നെ നമുക്ക് എന്താണ് റൈസ് വാട്ടർ എന്ന് അറിയണ്ടേ. റൈസ് വാട്ടർ എന്ന് വെച്ചാൽ എത്രയാണ്? അരി കഴുകിയതോ അല്ലെങ്കിൽ കുതിർത്തതായ വെള്ളത്തെയാണ് നമ്മൾ റൈസ് വാട്ടർ എന്ന് പറയുന്നത്. ഇതിൽ ചെറിയ അളവിൽ സ്റ്റാർച്ചും വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ചരിത്രപരമായിട്ട് ഇത് പല ഏഷ്യൻ രാജ്യങ്ങളിലും സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഇന്ന് പ്രചരിക്കുന്ന ഈ വക കാര്യങ്ങൾക്കൊക്കെ സയന്റിഫിക്കലി എന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെയുള്ള തെളിവുകളൊന്നും ഇല്ല കേട്ടോ. അടുത്തായിട്ട് നമുക്ക് റൈസ് വാട്ടർ യൂസ് ചെയ്യേണ്ട ഗുണങ്ങൾ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹൈഡ്രേഷൻ ആണ്. അതായത് ഈ റൈസ് വാട്ടർ യൂസ് ചെയ്തിട്ട് മുഖം കഴുകണവർക്ക് നന്നായിട്ട് സ്കിന്ന് ഫ്രഷ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടെമ്പററി സ്മൂത്ത്നെസ് ആണ്. അതായത് ഇതിൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് മാത്രം മുഖം ഭയങ്കര മിനുസായിട്ട് തോന്നും, ഭയങ്കര സ്മൂത്ത് ആയിട്ട് തോന്നും കേട്ടോ. അടുത്ത എന്താണെന്ന് വെച്ചാൽ കൂളിംഗ് എഫക്റ്റ് ആണ്. അതായത് നമ്മൾ തണുപ്പിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ റൈസ് വാട്ടർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതുകൊണ്ട് മുഖം കഴുകിയിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ സ്കിന്നും കുറച്ച് കൂളായിട്ടിരിക്കും കേട്ടോ, കുറച്ച് തണുത്തതായിട്ട് ഇരിക്കും. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ജെന്റിൽ കെയർ ആണ്. അതായത് എല്ലാവർക്കും റിസൾട്ട് കിട്ടണമെന്നുണ്ടോ? അങ്ങനെ ഇല്ല അല്ലേ. അപ്പോൾ ചിലർക്കൊന്നും മാറ്റം അനുഭവപ്പെടാതിരിക്കാൻ. അപ്പോൾ അതൊക്കെയാണ് റൈസ് വാട്ടറിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി ഈ റൈസ് വാട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ. നമുക്ക് ഒരു കപ്പ് അരി എടുക്കുക, എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കാം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിക്കോ. അതിനുശേഷം ഇത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ 20 to 30 മിനിറ്റ് കുതിർത്ത് വെക്കുക. എന്നിട്ട് അത് ഒരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ബൗളിലേക്കോ അരിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 1-2 ദിവസത്തിനുള്ളിൽ അത് യൂസ് ചെയ്ത് തീർക്കുക. വല്ല സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ കളയാട്ടോ, പിന്നെ അത് യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് വണ് ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ. ഒന്നുമില്ല, കുറച്ച് റൈസ് വാട്ടർ എടുക്കുക. റൈസ് വാട്ടർ എടുത്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് കോട്ടൺ പാഡ് ഇതിൽ മുക്കിയിട്ട് നമുക്ക് ഫേസിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് കൈ മുക്കിയിട്ട് ആ വാട്ടർ എടുത്തിട്ട് നന്നായിട്ട് മുഖത്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അതെന്താവും, അത് സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബായി പോയിക്കോളും കേട്ടോ. ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 5 to 10 മിനിറ്റോ സ്കിന്നിൽ വെക്കാം. അതിനുശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകി കളയാം കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ ആഴ്ചയിൽ 2 ദിവസം ഇത് ചെയ്താൽ മതിയാവും. അടുത്തത് ഇനി പലരും ചെയ്യണ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം അല്ലേ. ബെസ്റ്റ് വേണം എന്താണെന്ന് വെച്ചാൽ പഴകിയ റൈസ് വാട്ടർ യൂസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്തത് 1 അല്ലെങ്കിൽ 2 ദിവസം മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അലർജി ഉണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കാം കേട്ടോ, പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നാലാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ റൈസ് വാട്ടർ മാത്രം യൂസ് ചെയ്താൽ നിങ്ങളുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റൻ ആവുമെന്ന് വിചാരിക്കുന്നതാണ്. അത് തെറ്റാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഇനി അടുത്തത് സേഫ്റ്റി ടിപ്സ് ആണ്. എപ്പോഴും പറയുന്ന പോലെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ എപ്പോഴും പാച്ച് ടെസ്റ്റ് നടത്തുക കേട്ടോ. ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ചുവപ്പോ തടിപ്പോ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ അത് കഴുകി കളഞ്ഞിട്ട് ഈ ഇൻഗ്രീഡിയൻറ്റ് ഒഴിവാക്കുക കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ വെയിലത്തേക്ക് പോകും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ റൈസ് വാട്ടർ എന്ന് പറയുന്നത് ചിലവർക്ക് സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആയിട്ടും ഫ്രഷ് ആയിട്ടും വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ എപ്പോഴും ആലോചിക്കുക, ഇതൊരു സ്കിൻ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻറ്റ് ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ, അതായത് നല്ല മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണ് നല്ലൊരു ആരോഗ്യകരമായ സ്കിന്ന് കിട്ടുക കേട്ടോ. അപ്പം ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ് വാട്ടറിനെ കുറിച്ചുള്ള വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ. എന്നാലും ഞാൻ നെക്സ്റ്റ് ഇനി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ മഞ്ഞളുണ്ടല്ലോ, ടെർമറിക്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉപയോഗവും എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതിയും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാം. ആ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.